ഈ മസാല ബോണ്ടിന്റെ ഇടപാടില് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് കേരള സർക്കാരിനെതിരായിട്ട് ED ചുമത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം. അതായത് ഒരു സംസ്ഥാന സർക്കാർ ഇതുപോലെ പുറത്തുനിന്ന് വായ്പ എടുക്കണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. നമുക്കത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയുണ്ട്, അത് പോരാ. കേന്ദ്ര ഗവൺമെന്റ് തന്നെ അനുമതി വേണം, എങ്കിലേ എടുക്കാൻ പറ്റൂ. അതാണ് അവർ പറയുന്ന ഒരു ന്യായം. ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. പക്ഷെ ഗവൺമെന്റ് എന്താണ് അതിന് ന്യായം പറയുന്നത്? അതായത് കേരള ഗവൺമെന്റ് എന്താണ് ന്യായം പറയുന്നത്? ഇത് ഞങ്ങളല്ലേ എടുത്തത്, സംസ്ഥാന സർക്കാരല്ല. ഇത് കിബി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, അവർക്കെടുക്കാം. അവർക്ക് വിദേശത്തു നിന്ന് കടമെടുക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി മതി. അതാണ് കേരളത്തിന്റെ വാദം. നേരത്തെ ഇത് അന്വേഷണം നടക്കുമ്പോഴും ഇത് സംബന്ധിച്ച നോട്ടീസുകളൊക്കെ വരുമ്പോഴും ഇതേ ന്യായം, ഇതേ വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊന്ന്, അങ്ങനെ വായ്പ എടുക്കുന്ന തുക കൊണ്ട് ഭൂമി വാങ്ങാൻ പാടില്ല. അത് ചില പ്രത്യേക ചെലവുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ സാധ്യമല്ല. അതിന് ഗവൺമെന്റിന് ന്യായീകരണമുണ്ട്. ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടില്ല. ഭൂമി വാങ്ങാനല്ലേ തടസ്സമുള്ളൂ. ഞങ്ങൾ ലാൻഡ് വാങ്ങിയിട്ടില്ലെന്ന്. ഞങ്ങള് ഭൂമി അക്വയർ ചെയ്യുക ചെയ്തത്.